താൻ പഠിച്ച സ്കൂളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികളിൽ ഒരാളായി നിൽക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. NCCക്ക് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. NCCയുടെയും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സിൻ്റെയും ഒക്കെ യൂണിഫോമിൽ നിൽക്കുന്ന കുഞ്ഞു കുട്ടികളെ. മിഥുന് ഏറ്റവും ആഗ്രഹം NCCയിൽ ചേരണം എന്നുള്ളതായിരുന്നു. NCCയിൽ ചേർന്ന് കഴിഞ്ഞാൽ മിലിറ്ററിയിൽ ചേരാൻ അത് ഏറെ സഹായമാകും എന്ന് അവനോട് ആരോ പറഞ്ഞു നൽകിയിരുന്നു. അതുകൊണ്ടാണ് അവന് NCCയിൽ ചേരണം എന്നുള്ള ആഗ്രഹം. NCC ഉള്ള സ്കൂളാണ് ഈ തേവലക്കര ബോയ്സ് സ്കൂള്. അതുകൊണ്ട് തന്നെ അവിടെ അഡ്മിഷൻ എടുക്കാനായി അമ്മൂമ്മയോട് അവൻ നിർബന്ധിച്ചിരുന്നു. ഇന്നലെ അവൻ്റെ അമ്മൂമ്മ അക്കാര്യം പറഞ്ഞായിരുന്നു കരയുന്നത്. NCC ഉള്ള സ്കൂളിൽ ചേരണം അമ്മ എന്ന് അവൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ആ സ്കൂളിലേക്ക് അവനെ ചേർക്കാനായി കൊണ്ടുപോയത്. NCCയിൽ ചേർന്ന് കഴിഞ്ഞാൽ മിലിറ്ററിയിൽ സെലക്ഷൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പോർട്സിലും വളരെ സജീവമായി പങ്കെടുക്കാൻ മിഥുന് കഴിഞ്ഞിരുന്നു. ഇന്നലെ വോളിബോൾ കളിച്ചുകൊണ്ട് സ്കൂളിൻ്റെ മുൻപിൽ വോളിബോൾ കളിക്കുന്ന വേളയിലാണ് അയാളുടെ ചെരുപ്പ് മുകളിൽ പോകുന്നത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകുന്ന അവസരത്തിലാണ് ഷോക്കേറ്റ് മിഥുൻ മരിക്കുന്നത്. അത് മാത്രവുമല്ല, മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കാനും മിഥുന് കഴിയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെയൊക്കെ ഒരു ദൃശ്യം വരുന്നുണ്ട്. മിഥുൻ ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്, ക്ലാസ് മുറിയിൽ നിന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഒരു വളരെ സാധാരണപ്പെട്ട കുടുംബത്തിൽ നിന്ന് മിടുക്കനായി പഠിച്ചു വന്ന ഒരു കുട്ടിയാണ് എന്നുള്ളത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ നാടിനും നാട്ടാർക്കും ഇത്രമാത്രം വികാര വായ്പോടുകൂടി അവനെ ഓർക്കാൻ കഴിയുന്നത്. അധ്യാപകർക്ക് വാക്കുകൾ പോലുമില്ല പറയാൻ. കാരണം അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം വല്ലാതെ നിഴലിക്കുന്നുണ്ട്. ഒപ്പം ആ സ്കൂളിൻ്റെ മാനേജരും ഇന്നലെ മുതൽ തന്നെ അവർ പറയുന്നുണ്ട്, എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു കുറ്റബോധം തോന്നുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ആ ഒരു വൈദ്യുതി ലൈൻ അവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു എന്ന ചിന്ത ഉള്ളിലേക്ക് വരാൻ വേണ്ടി ഈ ഒരു ജീവൻ നഷ്ടമാകേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും ആ ജീവൻ പൊലിഞ്ഞു പോയിരിക്കുന്നു. എവിടെയൊക്കെയോ ഉയരങ്ങളിൽ എത്തേണ്ടുന്ന ആ കുട്ടിയുടെ ജീവൻ അവസാനിച്ചിരിക്കുന്നു. അവനെ ഇത്രയും വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും അവൻ്റെ വല്യമ്മയും എല്ലാം തളർന്ന് പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇന്നലെ മുതൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ അവർക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും നൽകും എന്ന് പ്രഖ്യാപിച്ചു. മിഥുൻ്റെ നഷ്ടത്തിന് പകരമല്ലെങ്കിലും ആ കുടുംബത്തിന് താങ്ങായും തണലായും പിണറായി സർക്കാർ ഉണ്ടാകും എന്നുള്ളത് ഇന്നലെ തന്നെ വ്യക്തമാക്കി. ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാലും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ആ സ്കൂളിലെത്തി. അതിനുശേഷം വീട്ടിലെത്തി ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേർന്നു. മിഥുൻ്റെ ഇളയ അനുജനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ഇന്നലെ വൈകിട്ട് തന്നെ വൈദ്യുതി വകുപ്പിൻ്റെ സഹായമായ 5 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറി. മിഥുൻ്റെ അമ്മയുടെ പേരിലാണ് ആ ചെക്ക് നൽകിയത്. അച്ഛനാണ് ആ തുക ഏറ്റുവാങ്ങിയത്. വിദ്യാഭ്യാസ വകുപ്പും ഒരു അടിയന്തര സഹായമായി 3 ലക്ഷം രൂപ നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നത് ആ തുകയും കൈമാറും. ഒപ്പം തന്നെ മിഥുന് വീട് വെച്ച് നൽകും എന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. സാമ്പത്തികമായി അങ്ങേറ്റം ദുർബലമായ ഒരു വീടാണ്, സാമ്പത്തിക അവസ്ഥയാണ്. അവർക്ക് വീട് വെച്ച് നൽകാനുള്ള എല്ലാ ഏർപ്പാടും സർക്കാർ ചെയ്യും എന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഇളയ അനുജന് സൗജന്യ വിദ്യാഭ്യാസം +2 വരെ ഉറപ്പാക്കുമെന്നും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് കൂടുതൽ സഹായം നൽകുന്ന കാര്യം തീരുമാനിക്കുമെന്നും V ശിവൻകുട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ആ കുടുംബത്തിന് എല്ലാ പിന്തുണയും സഹായവും ആശ്വാസവും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ നഷ്ടമായ ആ കുഞ്ഞുമകൻ്റെ വേർപാടിന് അതിന് പകരം വെക്കാൻ ഒന്നിനും കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. വീഴ്ച വന്നിട്ടുണ്ട് എന്ന് KSEB അടക്കമുള്ളവർ സമ്മതിച്ചു. കാരണം ഒരു സ്കൂളിൻ്റെ മുകളിൽ ഈ ഒരു വൈദ്യുതി ലൈൻ കാണുമ്പോൾ അത് മാറ്റണം എന്ന് തോന്നാതിരുന്ന മനസ്സുകൾക്ക് ഈ കുഞ്ഞിൻ്റെ വേദനയേറുന്ന ആ വേർപാട് ഒരു വല്ലാത്ത നൊമ്പരമായിരിക്കുന്നു, ഒരു കുറ്റബോധമായിരിക്കുന്നു എന്ന വസ്തുതയായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇതൊരവസരമായി കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനിറങ്ങിയ പ്രതിപക്ഷത്തോട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു അവസരത്ത് മുതലെടുപ്പിനല്ല ശ്രമിക്കേണ്ടത്, ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആ സഹായം ചെയ്യൂ. അതിനുശേഷം ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാഷ്ട്രീയമായി ഈ വിഷയത്തെ സമീപിക്കാം എന്നുള്ളതാണ്.